എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കിൾ ഫ്രെയിമുകളും ഒഫ്താൽമെറ്റ് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു. കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നിക്കൽ ഒപ്റ്റിക്കൽസ്, എരമല്ലൂർ. കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയിൽ എഴുത്തുകാരനോടൊപ്പം ഒരു സായാഹ്നം പരിപാടിയിൽ നോവലിസ്റ്റ് ബാസി പനക്കലുമായി മുഖാമുഖം സംഘടിപ്പിച്ചു. കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയിൽ സാഹിത്യവേദി വായനക്കൂട്ടായ്മയുടെ എഴുത്തുകാരനോടൊപ്പം ഒരു സായാഹ്നം എന്ന പരിപാടിയിൽ നോവലിസ്റ്റ് ബാസി പനക്കലുമായി മുഖാമുഖവും അദ്ദേഹത്തിന്റെ ശ്രദ്ധേയങ്ങളായ നക്ഷത്രങ്ങൾ ജനിക്കുന്നത്, കൊളുത്ത് എന്നീ കൃതികളുടെ ചർച്ചയും നടത്തി. സാഹിത്യവേദി പ്രസിഡന്റ് സീന മാധവൻ അധ്യക്ഷയായി. കഥയുടെ പോക്ക് സാറ് പകുതി വായിച്ചപ്പോഴേ ഞാൻ സാറിന്റെ നോവല് ഞാൻ പകുതിയോളം വായിച്ച്, അപ്പം അതിന്റെ എൻഡിങ്ങിലോട്ട് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞ ഒരിക്കലും പിടികിട്ടൂല അതിന്റെ ഒരു ക്ലൈമാക്സ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു അങ്ങനെ വേണ്ട, ഞാനിന്ന് എഴുതി വെച്ചിട്ട് വായിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എഴുതി വെച്ചതൊന്നും ആയിരുന്നില്ല അതിന്റെ ക്ലൈമാക്സ്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തില് സാറിന്റെ 2 നോവലുകളിലെ സ്ത്രീ കഥാപാത്രങ്ങളെ കുറച്ച് നെഗറ്റീവ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ സാറിനോട് ഈ വേളയിൽ തന്നെ ചോദിക്കുകയാണ്, ആദ്യമേ ബാവുൽ സംഗീതത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു ജീവിതവുമായിട്ടാണ് നായിക ഇറങ്ങിത്തിരിക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ നോവൽ പോകുന്നത്? അപ്പം അതിൻ്റെ അകത്ത് ഒരു ഗുരുവിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഈ സംഗീതം പഠിക്കാൻ 4.5 വർഷം അവരവിടെ സംഗീതം അഭ്യസിപ്പിക്കാൻ വേണ്ടി ഇരുത്തി. ആ സമയത്ത് സുമന്ത എന്ന് പറയുന്ന ഈ ഗുരുവിന്റെ ശിക്ഷയായി വരുന്ന അദ്ദേഹം പറയുന്നുണ്ട്, നീ ഗുരുവിനാൽ നവീകരിക്കപ്പെട്ട സ്ത്രീയാണ്, നീ ഒരു സാധാരണ സ്ത്രീയല്ല എന്ന് പറയുന്നുണ്ട്. ഇതേപോലെ അവരുടെ ഭാഷയൊക്കെ അവരുടെ ചായക്കട ഇതൊക്കെ ഇതൊരു നോവലൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്കിത് വായിച്ചപ്പോൾ എനിക്ക് ആ ഓർമ്മ കുറച്ച് വർഷം മുമ്പ് തന്നെ ഞാൻ പറഞ്ഞത്. അപ്പൊ എനിക്ക് ഇതിനകത്തൊക്കെ ആ ഒരു ഞാൻ ചാമ്പമരം വെട്ടിയിട്ടുണ്ടല്ലോ, അത് ഭയങ്കര തോന്നി. എനിക്ക് ആ മുന്നും ചാമ്പമരം വെട്ടിയത് ഇവിടെ സാറ് പറഞ്ഞല്ലോ അതിനെ പറ്റി, പ്രമോദ് സാറ് പറഞ്ഞു. പിന്നെ തീരെ ഇത്രയും കാലം ജീവിച്ചിരിക്കുമോ, ഇത്ര ആഴ്ച ഉണ്ടാവോ എന്നൊക്കെ ഞാൻ സംശയിച്ച കാര്യമാണ്. ഭാഷാധ്യാപകനായ PS പ്രമോദ് പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി. തികച്ചും വ്യത്യസ്തങ്ങളായ 2 കഥാതന്തുക്കളെ വളരെ ഗൗരവമായി സമീപിച്ച് തികഞ്ഞ കൈയടക്കത്തോടെ കൈകാര്യം ചെയ്തിട്ടുള്ള ഈ നോവലുകൾ വായനക്കാരിൽ വലിയ തോതിലുള്ള സ്വീകാര്യത ഉണ്ടാക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വികൃതി, കൃതിയല്ല വികൃതി എന്ന് തന്നെ പറയാം. ഭാഷയ്ക്കിനെ ചില വികൃതികളൊക്കെ ചെയ്യും. അതായത് കൃഷ്ണ കവിതകൾ ധാരാളമായിട്ട് ഇങ്ങനെ ടീച്ചറിൽ നിന്ന് നിർഗളിച്ചപ്പോൾ അതിനോടുള്ളൊരു പ്രതിഷേധമായിരിക്കാം ആ കവിതയുടെ അവസാനത്തിൽ കൃഷ്ണ നീ എന്നെ നിൻ വ്രതഭക്തിയില്ലെങ്കിൽ ഈ ശ്യാമകൃഷ്ണൻ വെറും കരിക്കട്ട മാത്രം എന്ന് പറഞ്ഞാണ് ആ കവിത കൺക്ലൂഡ് ചെയ്യുന്നത്. ബാക്കി വരികളിൽ പറയുന്നില്ല. ഈ ആദ്യ നോവൽ നക്ഷത്രങ്ങൾ ജനിക്കുമ്പോൾ എന്ന് പറയുന്ന നോവൽ നമുക്ക് ഒട്ടും പരിചിതമല്ലാത്തതായിട്ടുള്ളൊരു പ്രമേയം. തുടർന്ന് മുഖാമുഖം പരിപാടിയിൽ മണിലാൽ രാഘവൻ നോവലിസ്റ്റുമായി സംവദിച്ചു. വർഗീസ് തോമസ്, ബെന്നി സേവ്യർ, പ്രീത സജ്കുമാർ, കൊച്ചിൻ ബാബു, സമത് പനയപ്പള്ളി, PS വർഗീസ്, ഗിരിജ കാരുവള്ളിൽ, എഡ്വിൻ ഫെർണാണ്ടസ്, നിഖിൽ വിജയകൃഷ്ണ, PM സതീഷ് കുമാർ എന്നിവർ പുസ്തക ചർച്ചയിൽ പങ്കെടുത്തു. ഞാൻ വായിച്ചതും അല്ലെങ്കിൽ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തതും കുറെ ട്രാവലോഗുകൾ ഉണ്ടായിരുന്നു. ഈ നമുക്കറിയാമല്ലോ ഇങ്ങോട്ട് ബന്ധപ്പെട്ടുള്ള ട്രാവലോഗുകൾ, ഈ രണ്ടു ഉത്സവത്തിന്റെ ട്രാവലോഗുകൾ കണ്ടിരുന്നു. അപ്പോൾ ആൾക്കാർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതും അപ്പോൾ ഈ ബസ്സിന്റെ പുറത്ത് യാത്ര ചെയ്യുന്നതും ഒക്കെ നമ്മൾ കണ്ടിരുന്നു താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വന്നപ്പോൾ അങ്ങനെ സംഭവിച്ചതാണ്. അതിനകത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുള്ളത് ഒരു സംശയമില്ല. ഇത് ഞാനൊരു വായനക്കാരന്റെ രീതിയിൽ ചെറിയ വാക്കുകൾ ഞാൻ പറയാം. അത് എഴുത്തില്ല വളരെ സഹായകമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ രീതിയിൽ വേണം കാണാൻ, അല്ലാതെ ഞാൻ അതാണ് എന്നുള്ളതല്ല. അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് ഞാൻ എഴുതുമ്പോഴതാണ് ഒരു വാക്ക്. ചടങ്ങിൽ നോവലിസ്റ്റിനെ ലൈബ്രറി പ്രസിഡന്റ് MR ശശി ഷോൾ അണിയിച്ച് ആദരിച്ചു. ഷഹീർ അലി സ്വാഗതവും CS ജോസഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.